ഗായ്സ്, ഇത് കണ്ട നിങ്ങൾ, ഇതാണില്ലേ കുറിച്ചി മീൻ എന്ന് പറയും. അതിൻ്റെ തലയാ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ലതാണ്. ഞാൻ ഇച്ചിരി ഉപ്പും പച്ചമുളകും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് ചുമ്മാ ചവച്ചങ്ങ് കഴിക്കും ഗായ്സ്. പിന്നെ ഇവിടെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതേ, നമുക്ക് ഇച്ചിരി മീനൊക്കെ വറക്കണം ഗൈസ്. മീൻ ചട്ടിയിട്ട് കടുകിട്ടിട്ട് ഞാൻ മീൻ വറുക്കാൻ വെക്കത്തുള്ളൂ. വെളിച്ചെണ്ണയും കടുകും ഇച്ചിരി കുരുമുളക് ഇട്ടിട്ട് ഗൈസ്, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി കുരുമുളക് ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് നല്ല ഊറ്റൻ എരിയാണ് ഗൈസ്. ഇത്ര എടുത്തോളൂ. മഞ്ഞൾ, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത്രയേ ഇടുള്ളൂ ഗൈസ്. ഇത് മുള്ളൻ ഏതോ ഒരു മീനാണ് ഇത്, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനെ പുരട്ടി ഗൈസ്, ഇതിനെ നമുക്ക് പൊരിക്കാം. ഒക്ടോബർ 1 ഇല്ലേ, നവംബർ 1 കേരളപ്പിറവി. എല്ലാവർക്കും കേരളപ്പിറവിയാണ്. ഇതൊരു വലിയ മീനാണ് ഗൈസ്. ഇതിനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എല്ലാം കൂടി ഈ തവയിൽ കൊള്ളൂല്ല. ഓക്കെ ഗൈസ്, ഇത്രയും മതി. അപ്പോൾ ഇതൊരു ഇരിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത കറിയിലോട്ട് പോകാം. അടുത്തത് മീൻകറി. മീൻകറിക്ക് ഇച്ചിരി പുളിയും ഉപ്പും കൂടെ ഒഴിച്ചതാണ് ഗൈസ്. പുളിമുളകും കറിയാണ്, തേങ്ങ അരയ്ക്കാൻ കൊള്ളത്തില്ല. ഇതിൻ്റെ കുറിച്ചി മീനാണ് ഇത്. കുറിച്ചി വലിയ കുറിച്ചിയാണ് ഗൈസ്, വലുതാണ്. ക്യാമറ മാറ്റി പിടിക്കുന്നതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ തോന്നുന്നത്. അതിനകത്ത് ഈ സെയിം ഇൻഗ്രീഡിയൻസാണ്. ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി തോനെ ഇടണം മഞ്ഞൾപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി. മീനകത്ത് ഞാൻ മസാലപ്പൊടി ഇട്ടില്ല, മീൻസ് പെരിഞ്ജീരകപ്പൊടിയാണ് കേട്ടോ. നല്ല എരിവായിരുന്നു ഇന്നലെ, നല്ല എരിവായിരുന്നു ഗൈസ്. ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇട്ട് 2-3 ചുള ചുമന്നുള്ളി ഇട്ട് സെറ്റാക്കി അങ്ങ് വെക്കും ഗൈസ്. അതും കൂടെ ചേർക്കുന്ന കാണിക്കാം കേട്ടോ. കൈ കഴിയില്ലേ, എരിച്ച് മരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഫിഷൊക്കെ ഫ്രൈ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നോൺ സ്റ്റിക്ക് തവയാണ് ഗൈസ്. സോ വലിയ മാരകമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ക്യാമറയിൽ ആവി കയറും ഗൈസ്. കണ്ടോ, നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉപകാരം ഇതാണ്. വല്ല പരുവം അങ്ങനെ തെറ്റിയാലും ചുവട്ടിലൊന്നും പിടിക്കില്ല ഗൈസ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മിനിമം നല്ല ഫ്രഷ് മീനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതെല്ലാം ഒന്നൊന്നായിട്ടങ്ങ് തിരിഞ്ഞു. ഈ സ്പൂൺ വെച്ച് തിരിക്കാൻ പറ്റും ഗൈസ്. എനിക്ക് ചട്ടുകയൊന്നും പറ്റില്ല. ഇരിക്കട്ടെ ഗൈസ്. ഇതിൽ ഞാൻ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ചുമന്നുള്ളി ഇട്ട് മറ്റേ 2 മീനില്ലേ ഇത് ഫ്രൈ ചെയ്യാൻ സ്ഥലമില്ലാതെ മാറ്റി വെച്ച് അതും കൂടി ഇതിനകത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ
ഈ ചട്ടി അതി കയറ്റും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഇതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളു. തോനെ മഞ്ഞൾപ്പൊടി എടുത്ത്. ഇതിപ്പോൾ ഓൾറെഡി വെന്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില പിച്ച് കൊണ്ടുവരട്ടെ ഗൈസ്. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് കറിവേപ്പിലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി അങ്ങിടാം ഗൈസ്. ഇത് വിഷം അങ്ങ് കൂട്ട്, ആവിക്കകത്തങ്ങ് ഇരുന്നോളൂ. അപ്പോഴേ ഗൈസ് അതങ്ങ് മാറ്റാം. ഇത് അടുത്ത കറി. അടുത്ത കറിയിൽ എന്ത് വെക്കും? കറിവേപ്പില. ഈ പാട്ട് പാടാൻ അറിയത്തില്ല. കറിവേപ്പില ഇത് ഭംഗിയല്ലേ? ഇപ്പം അങ്ങ് തിളയ്ക്കൂല. അപ്പഴേ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ ഗൈസ്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. ബൈ.